അപ്പം നമ്മൾ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു കഷ്ണം കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് റൗണ്ടായിട്ട്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയൊരു കാർഡ്ബോർഡ് ഇത്ര പീസിൽ കട്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തത്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയല്ലേ, കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാറൂസ് എന്തിനാ അടങ്ങി നിൽക്കുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്. നോക്കി ഇതുപോലെ ആക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ ശല്യക്കേട് ആക്കിയേ. അപ്പോൾ മൂപ്പർക്ക് ഐഡിയ ഒന്നുമില്ല എന്നാ ആക്കണ്ടേന്ന്. അപ്പോൾ ഞാനൊന്ന് സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ്. അതുകൊണ്ട് അവൾ പ്രശ്നമൊന്നും ആക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ കൈയിട്ട് വരാൻ വരും. കട്ട് ചെയ്തോ. ഇതുപോലെ എല്ലാ കളേഴ്സും ആക്കിയെടുക്കണം, വൈറ്റും ഓറഞ്ചും കൂടെ. അത് ആക്കിയെടുത്തിട്ട് വരാം കേട്ടോ. അതൊക്കെ വശയാക്ക്, അതിൻ്റെ മുകളിലോട്ട് തന്നെ ആക്ക്. ഓറഞ്ച് വേർതിരിച്ച് തരാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ വെച്ചോട്ടാ. പച്ചയാന്ന് വെച്ചിട്ട് പച്ച കായ ആക്കി. ഇതിനൊക്കെ ടൈൽസ്
നേരെ ഒട്ടിക്കണേ. ആയിക്കോട്ടെ. ഏതാ എനിക്ക് വേണ്ടേ? അങ്ങനെയല്ല, നേരെ വടക്കണം. അത് നേരെ ഇപ്പുറത്ത് അതിന്റെ തറ്റ നേരെ ഇപ്പുറത്തെ തറ്റത്തിന് മുട്ടിക്കും. ഇപ്പുറത്തെ തറ്റത്തിന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇപ്പുറത്തോട്ട്. അങ്ങനെ. കാണിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഇത് അശോക ചക്രം കൂടെ വെക്കണ്ടേ ശ്രീകുട്ടാ? ഉണ്ടല്ലേ പാറു? ഒന്നിൻ്റെ അകത്ത് വെച്ചാൽ ഒരു റൗണ്ട് നമ്മൾ ആക്കി വെച്ചതില്ലേ? ഇതാ അല്ല, ഒറ്റ ഒന്നില്ല, അത് നടുക്കുള്ളതിന് മാത്രം ആക്കിക്കോ. അതെ, 3 വേണം അല്ലേ? നടുക്കല്ലേ ഉണ്ടാവും 3 ചക്രം മാത്രമേ ഉണ്ടാക്കി. നേരിങ്ങനെയാണ് കേട്ടോ, നേരിങ്ങനെ. ഞാൻ മുറിച്ച് തരട്ടെ? അത് തുറക്കുമ്പോ ആയിക്കോളും. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കിലത്തെ കട്ട് ചെയ്ത് കത്രിയ ഇതിന് ഇത് പോയി തുറക്കുമല്ലോ വേണ്ടേ? തുറക്ക്. നമുക്ക് സ്റ്റമ്പ് ഉണ്ടാക്കണേ. എനിക്കിവിടെ ഒട്ടിക്കല്ലേ വേണ്ടേ വേറെ? മേലെ ഏതാ കളർ വരണ്ടേ? ഒട്ടിക്കണ്ടേ? ആദ്യം ഇതിൻ്റെ തറ്റത്ത് കുറച്ച് പശ ആക്കുക. ഈ പേപ്പറിന് മേലെ വെച്ചിട്ടാക്കല്ലേ, മൊത്തം ഒട്ടിപ്പോ. തറ്റത്ത് മാത്രമേ ആക്കാതോ. ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗത്തും വേണം. അങ്ങനെയല്ല, കൈ എടുക്ക. മേലോട്ടായി പോരാ കേട്ടോ. ശരിയാവും. ഒട്ടിച്ചോ, താഴ്ത്തി കുറച്ച് മേലോട്ട് വെച്ചുകൂടെയിരുന്നോ? അങ്ങനെ ഒറ്റക്കാക്കി പഠിക്കണം കേട്ടാ. ഇനി ഇതുപോലത്തെ ഒന്നും കൂടി ഉണ്ടാക്കണേ. താഴ്ത്തി കൊണ്ടാ. അത് ഈ പൈപ്പ് തിരിച്ചാൽ മതി. ഇങ്ങനെ മെല്ലെ പൈപ്പ് ഇങ്ങനെ തിരിച്ചാൽ താഴ്ത്തി കൊണ്ടാ മാറുമോ? അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ഇപ്പം ട്രിക്ക് കിട്ടിയില്ലേ? നീ കുറച്ച് ഇതുപോലത്തെ ഇനി ഒറ്റക്കൊന്നും ആക്കണം കേട്ടാ. കുറച്ചധികം ആക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് ഇട്ട് വെക്കാം. നല്ല രസം ഉണ്ടാവില്ലേ? ഇത് നമുക്ക് ചുമരിൽ തൂക്കാം. സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ടോ? കൊണ്ടുപോയിക്കോട്ടാ. അപ്പം എല്ലാവരും കൂടെ ആക്കി വെക്കണം എന്ന് പറയാറ. പോവാം. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. കുട്ടികളാരും കാണുന്നുണ്ടെങ്കിൽ സ്കൂളിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
ചെറിയൊരു ബോട്ടിലുണ്ടെങ്കിൽ അതിലിങ്ങനെ ഒരുപാടെണ്ണം ആക്കി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അല്ലേ. നമ്മൾ റിബൺ കൊണ്ട് ഇതുപോലെ ആക്കലുണ്ട് പണ്ട്, ഈർക്കിടിയിൽ ഇങ്ങനെ കോർത്തിട്ട്. അതുപോലെ ഇൻഡിപെൻഡൻസ് ഡേയിലാവാനായി എല്ലാവരും അടിച്ചു പൊളിക്കുക ഇൻഡിപെൻഡൻസ് ഡേക്ക്. അപ്പോൾ അഡ്വാൻസ്ഡ് ഇൻഡിപെൻഡൻസ് ഡേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അഡ്വാൻസ്ഡ്. പറ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ആ ബൈ.